ഞാനിപ്പോൾ കൊമളിയിൽ നിന്നുള്ള ബസ്സിൽ കയറിയിരിക്കുകയാണ്. രാമക്കലിലേക്കാണ് യാത്ര. ഞാനിപ്പോൾ വന്നേക്കുന്നത് രാമക്കൽമേടിലാണ്, അതായത് കാറ്റാടിപ്പാടത്ത്. അവിടാണ് ഞാൻ രാവിലെ ഇവിടെ വന്നേക്കുന്നത്. ഇപ്പം മണിയാണ് 12 മണിയായി. വെളുപ്പിനെ 5 മണിയായപ്പോൾ റാന്നിയിൽ നിന്ന് തിരിച്ചതാണ്. അപ്പം അവിടെ വന്നത് ഇവിടുത്തെ ഈ കാറ്റാടിയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. കാണുവാനും, കാരണം ഞാൻ ആദ്യമായിട്ട് വരികയാണ്. അവിടെ ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഓട്ടോ പിടിച്ചാണ് വന്നത്. നെടുങ്കണ്ടത്ത് വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ പിടിച്ചാണ് വന്നത്. ഓട്ടോയ്ക്ക് 200 രൂപയായി. എന്നാലും സാരമില്ല, ഇതൊന്ന് കണ്ട് കേട്ട് പോകാമെന്നുള്ള, തന്നെയല്ല ഞാൻ കാണുന്നതിനേക്കാൾ അത്യാവശ്യം നിങ്ങളെയും കാണിക്കാം എന്നുള്ളതായിരുന്ന ഒരു താല്പര്യമായിട്ട് വന്ന്. അപ്പോൾ നമുക്ക് ആ കാറ്റാടികളെയൊക്കെ ഒന്ന് കാണാം. കണ്ട് ഇത് കാണാനാണ് ഞാനിവിടെ വന്നത്. കണ്ടോ, കാറ്റാടി പാടം. ഇത് രാമക്കൽമേടാണ്. രാമക്കൽമേടിൻ്റെ ഒരു ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് ഈ കാറ്റാടി അവിടെ അത് ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇത് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ താഴോട്ട് കണ്ടില്ലയോ, അത് ഇത്രയും ഉയർന്നു കിടക്കുന്നൊരു സ്ഥലമാണ്. ആ താഴത്തെ സ്ഥലമൊക്കെ കണ്ടില്ലേ, ഏറ്റവും താഴെ കിടക്കുന്ന അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ കയറി വന്നിരിക്കുന്നത്. അപ്പുറയൊക്കെയും കാറ്റാടികളാണ്. കാറ്റാടികൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം നല്ല സുന്ദരമാകുന്നൊരു സ്ഥലമാണ്. കാരണം ഇവിടെ എപ്പോഴും കാറ്റാണ്, ഇങ്ങനെ വിശറ് കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളവിടെയൊക്കെ ഇപ്പം ഭയങ്കര ചൂടല്ലേ, പക്ഷേ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ആ വലിയ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. ഒരു സാമാന്യ രീതിയിലുള്ള ഒരു ചെറിയ ഡിസംബർ മാസത്തിലെ, നമ്മുടെ നാട്ടിലെ ഡിസംബർ മാസത്തിലെ ആ കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. ഞാൻ നല്ല വെയിലത്ത്, 12 മണി കഴിഞ്ഞു, നല്ല വെയിലത്താണ് നിൽക്കുന്നത്. അത് അവിടെ തൊട്ടടുത്ത് ഒരു ചെറിയ ഒരു പെട്ടിക്കടയുണ്ട്. അവിടെ നമുക്ക് വെള്ളം കുടിക്കുവാനും അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെയും കിട്ടും. നല്ലൊരു മനുഷ്യരാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഒരു കാറ്റാടി കണ്ടില്ലേ, ഞാനൊരു കാറ്റാടി ചുവട്ടിലാണ് നിൽക്കുന്നത്. ആ കാറ്റാടി മരത്തിൻ്റെ ആ തൂണിൻ്റെ വണ്ണം കണ്ടില്ലേ, ആ തൂണിൻ്റെ വണ്ണം ഇത്രയും കിളരത്തിലാണ്. അതെ, മണ്ടയ്ക്ക് ആ കാറ്റാടി കറങ്ങുന്നുണ്ടോ. അപ്പോൾ അത്രയും ഉയരത്തിലാണ് ഈ കാറ്റാടി മരം നിൽക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കാറ്റാടി മരങ്ങളാണ്. അത് അപ്പുറത്ത് കറങ്ങുന്നുണ്ട്. ഇങ്ങനെ ആ ചുറ്റോടും ഇങ്ങനെ താണ പ്രദേശങ്ങളാണ്. അത് മഞ്ഞ് പുതച്ച് കിടക്കുക. അതുകൊണ്ട് നമുക്ക് ദൂരെയായിട്ടുള്ള കാഴ്ചകളൊന്നും കിട്ടുന്നില്ല. മഞ്ഞ് പുതച്ചായതുകൊണ്ട് ദൂരെയായിട്ടുള്ള കാഴ്ചകളൊന്നും ഇപ്പം നമുക്ക് കിട്ടുന്നില്ല. എങ്കിലും പരമാവധി അത് കാണിക്കുകയാണ്, അതെടുക്കുകയാണ്, അത് ഒപ്പിയെടുക്കുകയാണ്. ഇപ്പം ഇവിടെ ആരുമില്ല. ഈ വെയിലായതുകൊണ്ട് ആൾ കുറവാണ്. അതായത് അവധി ദിവസങ്ങളിലൊക്കെയും ഒത്തിരി ഇവിടെ നിന്ന് ആ കടയിലുള്ളതായ ആ സഹോദരി പറഞ്ഞു, അവധി ദിവസങ്ങളിലൊക്കെയും ഒത്തിരി ആൾ ഇവിടെ നിന്ന് വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പ്രയോജനമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് വേറൊരു സ്ഥലത്ത് പോകണം, വേറൊരു കാഴ്ച പിടിക്കാൻ പോകണം. അതിന് ഞങ്ങൾ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇത് നിങ്ങളെ കാണിക്കുവാൻ എന്നെക്കൊണ്ട് സാധിച്ചത് എനിക്ക് വളരെ ചാതുര്യമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ളതായ ചെറിയ വീഡിയോകളൊക്കെ ഇട്ട് അത് മറ്റുള്ളവർക്ക് അല്ലെ വന്ന് കാണുവാൻ, ഇത് കാണുവാൻ കഴിയാത്തവർക്കൊക്കെയും അത് കാണുവാനുള്ളതായ സാഹചര്യങ്ങളെ ഇങ്ങനെ ഞങ്ങൾ മുഖാന്തരം ഒരുക്കുന്നല്ലോ എന്നുള്ളതായ ആ ഒരു വലിയ സന്തോഷവും മനസ്സിലുണ്ട്. ഓക്കെ.